ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഞായറാഴ്ച മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ജീവിതത്തിൽ വ്യക്തമായ ദിശാബോധം കർത്താവ് നൽകുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. നമ്മൾ 19 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുക യഥാർത്ഥ നിക്ഷേപത്തെ പറ്റിയിട്ടാണ്. എന്താണ് യഥാർത്ഥ നിക്ഷേപം? നമുക്ക് സമ്പത്ത് ശേഖരിക്കുന്നത് തെറ്റാണോ? നമ്മത് ചെയ്യാൻ പാടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാകാം. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ വ്യക്തമായി ശ്ലീഹ നമ്മോട് പറയുകയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. എന്നാൽ ആ ലേഖനത്തിൽ തന്നെ ശ്ലീഹ ധനവാന്മാർക്ക് ഉപദേശം നൽകുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഈ ലോകത്തിൽ ധനവാന്മാരോട് ഔദ്ധിത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാനും വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉത്ബോധിപ്പിക്കുക. അവർ നന്മ ചെയ്യണം, സൽപ്രവൃത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമ്പത്ത് ആവശ്യമാണ്. നമ്മൾ ചിന്തിക്കുക, ഒന്നാമത്തെ ചിന്ത ഇതുതന്നെയാണ്. സമ്പത്ത് നമുക്ക് ആവശ്യമാണ്, പക്ഷേ സ്വാർത്ഥതയും അത്യാഗ്രഹവും ഇതിലൊഴിവാക്കണം എന്നുള്ള കാര്യമാണ് കർത്താവ് പഠിപ്പിക്കുക. ഭാവിയിലേക്ക് സുരക്ഷിതരായിരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ അധ്വാനിക്കണം. സുഭാഷിതങ്ങൾ നമുക്ക് 6-ാം അധ്യായത്തിൽ നല്ല ഉപദേശം നൽകുന്നുണ്ട്. ഉറുമ്പിൻ്റെ മാതൃക കണ്ട് പഠിക്കാനാണ് പ്രത്യേകമായിട്ട് പറയുക. അലസത കൈവെടിയുക. 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഉറുമ്പിനെ നോക്കി പഠിക്കാനാണ് പറയുക. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ച് വയ്ക്കുന്നു. അപ്പോൾ നമ്മളുടെ അധ്വാനവും നമ്മളുടെ സ്ഥിര പരിശ്രമവും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തുരുമ്പും ചെതലും നശിപ്പിക്കാത്ത നിക്ഷേപം നമ്മൾ കരുതി വയ്ക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ സ്വാർത്ഥതയും അത്യാഗ്രഹവും മാറ്റുമ്പോഴാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപം സംഭരിക്കുമ്പോഴാണ്. എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപം സംഭരിക്കാനായിട്ട് സാധിക്കുക? നിത്യതയുടെ മാനമുള്ള ഈ ലോകത്തിലെ എല്ലാ പ്രവൃത്തികളും സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാക്കും. ക്രിസ്തുവിന് വേണ്ടി നീ സഹിക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. ആത്മാർത്ഥമായി നിൻ്റെ സഹോദരനോട് നീ ക്ഷമിക്കുമ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. ഇതാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കുക. യഥാർത്ഥ നിക്ഷേപം അതെങ്ങനെ നമുക്ക് കരസ്ഥമാക്കാം? രണ്ടാമത്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന് പറയുന്ന ആ ഭാഗത്ത് 2 വചനങ്ങളാണ്, 22-ഉം 23-ഉം വചനങ്ങളാണ് അവിടെ നമ്മൾ കാണുക. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. തീർച്ചയായിട്ടും ഇവിടെ കണ്ണിൻ്റെ സ്ഥാനത്ത് ഹൃദയം തന്നെ നമുക്ക് പറയാം. നിൻ്റെ ഹൃദയം എങ്ങനെയാണ്? അതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും അത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആന്തരികമായിട്ടുള്ള അന്ധത ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാം. എവിടേക്ക് പോകുന്നു എന്നറിയാതെ, ദിശാബോധമില്ലാതെ ആയിരിക്കുന്ന അവസ്ഥ. ചിലപ്പോഴൊക്കെ നിന്നിലുള്ള പ്രകാശം അന്ധകാരമാണെങ്കിൽ എന്ന് കർത്താവ് പറയുന്നതിനോട് യോജിക്കുന്ന വിധത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഭജിതമായ
താല്പര്യങ്ങൾ മൂലം പലപ്പോഴും നാം പ്രകാശമാണ് എന്ന് കരുതുന്നത് പലപ്പോഴും അന്ധകാരമായിരിക്കും. അപ്പോൾ നിന്നിലുള്ള പ്രകാശം യഥാർത്ഥത്തിലുള്ള പ്രകാശമാകാതെ അത് പ്രകാശമാണെന്ന് നീ കരുതുന്നതാണ് എങ്കിൽ, വലിയ മൗഢ്യത്തിലാണ് നീ എങ്കിൽ, തീർച്ചയായിട്ടും നിൻ്റെ അന്ധകാരം വലുതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ചിന്തയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഓർക്കുക. ആന്തരികമായ അന്ധത, അത് കണ്ണുകളുടെ അന്ധത എന്ന് പറയുമ്പോൾ ആന്തരിക നയനങ്ങളുടെ അന്ധത, നിൻ്റെ വിഭജിതമായ ഹൃദയം, ഇത് നിന്നെ ദിശാബോധം നൽകാതെ, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാതെ നിന്നെ വട്ടം തിരിക്കാം. അതുപോലെ നിന്നിലുള്ള പ്രകാശം യഥാർത്ഥത്തിൽ പ്രകാശമില്ലാതിരിക്കെ ഒരുപക്ഷെ പ്രകാശമാണെന്ന് കരുതി നീ മുന്നോട്ട് പോകുമ്പോൾ നീ വലിയ നാശത്തിലേക്കാകാൻ പോകുന്നത്. മൂന്നാമത് കർത്താവ് പറയുന്നത് നിൻ്റെ യഥാർത്ഥ യജമാനൻ ആരാണ് എന്നുള്ളതാണ്. ദാസന്മാരുടെ യജമാനനാണ് ഇവിടെ പറയുന്ന മാമോനെയും, അതുപോലെ തന്നെ ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മുടെയൊക്കെ യജമാനൻ ദൈവവും ആണ്. രണ്ട് യജമാന്മാരെ ഒരിക്കലും സേവിക്കാൻ, പൂർണ്ണ അർത്ഥത്തിൽ സേവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഫുൾ ടൈമർ, പൂർണ്ണ അർത്ഥത്തിൽ സേവനം ചെയ്യുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, അത് ഒരാളെ മാത്രമേ യജമാനായിട്ട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്നില്ല. ദൈവത്തിന് പകരം നിൽക്കുന്ന എന്തും, വ്യക്തിയോ സ്ഥാനമോ പണമോ നിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ആഗ്രഹമോ, അതൊക്കെ വിഗ്രഹാരാധനയായിട്ട് മാറുന്നു. അത് നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്. ദൈവത്തിന് പകരം നിൽക്കുന്ന, പകരം ഞാൻ വയ്ക്കുന്ന എന്ത് കാര്യവും അത് വിഗ്രഹാരാധനയായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ യജമാനന് നാം കൊടുക്കേണ്ട സമർപ്പണം അതിന് കുറവ് വരുത്തും. ഈ മൂന്ന് ചിന്തകളും നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ വലിയ കൃപയും കാരുണ്യവും നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം നൽകട്ടെ, പ്രകാശം നൽകട്ടെ. കർത്താവാകുന്ന യജമാനന് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ കഴിവുകളെ, നമ്മുടെ സമ്പത്തിനെ എല്ലാം നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.